ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാൽക്കുലേറ്ററിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരു അടിപൊളി കാൽക്കുലേറ്ററാണ്. ഇത് ക്ലാസിയോൻ്റെ ഒരു കാൽക്കുലേറ്റർ, അടിപൊളി കാൽക്കുലേറ്ററാണ്. നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ കൂടെ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഫയൽ, സിപ്പ് ഫയലാണ് എടുക്കുക. അത് നമുക്ക് ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തത് കാണാം. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ഫോൾഡർ വന്നതായി കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫോൾഡറാണ് സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫയൽ. നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലാസിയോടെ FX 570 VX പ്ലസ് ആണ്. ഇത് കാണാൻ കഴിയുന്ന അടിപൊളി കാൽക്കുലേറ്ററാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഫോൾഡർ കാൽക്കുലേറ്ററിൻ്റെ ഫോൾഡർ കാണാൻ കഴിയും. ഈ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഐക്കണിനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് കാണാൻ കഴിയും ഒരു കാൽക്കുലേറ്റർ ഒറിജിനലായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്ററായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം തന്നെ ഈ പ്ലസ് ആണ്, FX പ്ലസ് ആയാലും നല്ല സിമ്പിളായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ എഡിറ്റ് ചെയ്യാവുന്നത്. ഇപ്പോൾ സെർച്ച് ഒരു സംഖ്യ അടിച്ച് അതിൽ ഇടയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഏതൊരു കാസിയോൻ്റെ കാൽക്കുലേറ്ററിലും പ്ലസ്സിൽ മാത്രമേ ഇങ്ങനെ ഒരു സൗകര്യമുള്ളൂ. സാധാ കാസിയോൻ്റെ ഇതിൽ കാണുന്നില്ലത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാസിയോൻ്റെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ മോഡ് ഇത് FX 570 നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. നമ്മുടെ ഇതിൽ കമ്പ്യൂട്ടറിലുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ 570. അപ്പോൾ നമുക്കിത് ഒരു പരിചയപ്പെടാം. ഇതിൽ സാധാ കാൽക്കുലേറ്ററിനെ പോലെ എല്ലാ മോഡുകളും ഷിഫ്റ്റ്, ആൽഫ എല്ലാ ഒരു മോഡും ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ മോഡ് ഷിഫ്റ്റ് മോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാം ഒരു സിസ്റ്റത്തിൽ എല്ലാം വരുന്നുണ്ട്. ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, കാൽക്കുലേഷൻ കാണാൻ D/Dx എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. സൈനിൻ്റെ വാല്യൂ നോക്കാം. sin 30ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് കാണാം 1/2 എന്ന് കാണാം. സ്പ്ലിറ്റ് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 0.5 എന്നാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് വേറൊരു പൊസിഷൻ tan 30 എന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. √3/2 ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലും സ്പ്ലിറ്റ് ചെയ്താണ് കാണാൻ 0.8660. അപ്പോൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. √3/2 തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ മിസ്സായിട്ടുള്ള ടൈമിലോ അത്യാവശ്യം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യണമെങ്കിലോ ഒക്കെ ഇത് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി കാൽക്കുലേറ്ററാണ്. ഈ ഒരു കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.